നമസ്കാരം. ടോപ്പ് സിംഗർ 1, 2, 3 സീസണുകൾ പോലെ തന്നെ സീസൺ 4 ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്നത് ഒരു അത്ഭുതമാണ്. കാരണം ആദ്യത്തെ 2-3 മാസത്തോളം പ്രേക്ഷകർക്ക് തന്നെ വളരെ അരോചകത്വം തോന്നിയ ഒരു സീസണായിരുന്നു സീസൺ 4. അതിന് പ്രധാന കാരണം നല്ല പാട്ടുകാരില്ല, നന്നായിട്ട് പാടാൻ കഴിയുന്നവരില്ല, പാടാൻ കഴിയുന്നവരുണ്ടെങ്കിൽ തന്നെ അവർക്ക് പലപ്പോഴും നന്നായിട്ട് പാടാൻ കഴിയാറില്ല, അതുപോലെ തന്നെ കുസൃതി കാട്ടുന്നവരില്ല, കുറുമ്പ് കാട്ടുന്നവരില്ല, അങ്ങനെ ഒരുപാട് പരാതികൾ സീസൺ 4 കുറിച്ച് പ്രേക്ഷകർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 3 മാസം പിന്നിടുമ്പോൾ 5ാമത്തെ റൗണ്ടിലേക്കൊക്കെ എത്തുമ്പോൾ നന്നായിട്ട് പാടാൻ കഴിയുന്ന കുട്ടികൾ തെളിഞ്ഞു വരുന്നുണ്ട് എന്നത് വലിയ അത്ഭുതമാണ്, അതിശയിപ്പിക്കുന്ന കാര്യമാണ്, സന്തോഷിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ റൗണ്ടിൽ സീസൺ 4 കഴിഞ്ഞ റൗണ്ടിൽ ഏറ്റവും മികച്ച രീതിയിൽ ഒന്നാമതെത്തിയത് ദേവനന്ദ എന്ന കുട്ടിയാണ്. ദേവനന്ദയെക്കുറിച്ച് പറയുമ്പോൾ, ദേവനന്ദ ആദ്യം ടോപ്പ് സിംഗർ സീസൺ 4 പാടാനെത്തിയപ്പോൾ പലപ്പോഴും ജഡ്ജസ് ദേവനന്ദയെ വളരെ പരുഷമായി വഴക്ക് പറയുകയും ദേവനന്ദ അഹങ്കാരിയാണ് എന്ന് മുദ്ര കുത്തുകയും ചെയ്തതാണ്. കാരണം ചില കുട്ടികൾ അവരുടെ സംസാര രീതി അങ്ങനെയാണ്. പെട്ടെന്ന് വന്ന് ജഡ്ജസിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇവർ അഹങ്കാരിയാണല്ലോ, ഇവർ എപ്പോഴും ഇങ്ങനെ ഇത്തരം ധ്വനിയിലൂടെയാണല്ലോ സംസാരിക്കുന്നത് എന്ന്. പക്ഷേ അത് ഓരോരുത്തരെയും മനസ്സിലാക്കി വരുമ്പോൾ, അവരുടെ ഇൻട്രാക്ഷൻ കൂടിക്കൂടി വരുമ്പോൾ നമുക്ക് അവരുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ദേവനന്ദയെ കുറിച്ച് ആദ്യം ജഡ്ജസ് പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോൾ തിരിച്ചെടുത്തിരിക്കുകയാണ്. കാരണം ഇത്രയും സീസൺ 4 ഇത്രയും മനോഹരമായി പാടാൻ കഴിയുന്ന മറ്റു കുട്ടികൾ കുറവാണ് എന്നതുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ റൗണ്ടിൽ ഏറ്റവും മികച്ച രീതിയിൽ പാടി ഒന്നാമതെത്തിയ ദേവനന്ദ കഴിഞ്ഞ ദിവസം കോമഡി റൗണ്ടിലാണ് വന്നത്. ഏറ്റവും പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു റൗണ്ടാണ് കോമഡി റൗണ്ട്. അതിൽ നദി എന്ന സിനിമയിൽ വയലാറും ദേവരാജൻ മാഷും ചേർന്നൊരുക്കിയ തപ്പുകൊട്ടാമ്പുറം തകിലുകൊട്ടാമ്പുറം എന്ന അതിമനോഹരമായ കോമഡി സോങ്ങുമായിട്ടാണ് എത്തിയത്. അത് അതിസുന്ദരമായി തന്നെ പാടി എന്നത് ജഡ്ജസ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്തപ്പം പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. അതുപോലെ പ്രേക്ഷകരും വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ടാവാം. അക്ഷരസ്ഫുടതയുടെ കാര്യത്തിൽ ദേവനന്ദ സീസൺ 4 നമ്പർ 1 കുട്ടിയാണ് എന്ന് പറയേണ്ടി വരും. അത്രയും ഗംഭീരമായിട്ട് ഓരോ അക്ഷരവും പെറുക്കിയെടുത്താണ് ദേവനന്ദ ടോപ്പ് സിംഗർ സീസൺ 4 പാടുന്നത്. ദേവനന്ദയുടെ പാട്ടിനെക്കുറിച്ച് ജഡ്ജസ് വലിയ വാതോരാതെയാണ് സംസാരിച്ചത് എന്നത് ആ പാട്ടിൻ്റെ മികവായിട്ട് തന്നെ കാണേണ്ടി വരും. അതിഗംഭീരമായി സീസൺ 4 തെളിഞ്ഞു വരുന്ന കുട്ടി തന്നെയാണ് ദേവനന്ദ. അതുകൊണ്ട് തന്നെ ടോപ്പ് സിംഗർ സീസൺ 4 വിന്നറാവാൻ സാധ്യതയുള്ള കുട്ടികളിൽ ഒരാൾ കൂടിയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല.